നമസ്കാരം. റെഡി ടു സ്റ്റഡി PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പുതിയ SCERT പാഠപുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5ാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 11ാമത്തെ പാഠഭാഗമായ നിയമവും സമൂഹവും എന്ന ഭാഗത്തു നിന്ന് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1 മുതൽ 10 വരെയുള്ള പാഠഭാഗങ്ങൾ മുന്നേ ഉണ്ടായിരുന്ന വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് നിയമം? സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. എന്താണ് നിയമം? സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമമെന്ന് പറയുന്നത്. നിയമങ്ങൾ പ്രധാനമായും രണ്ട് രീതിയിലാണ് രൂപപ്പെടുന്നത്. ഒന്ന്, സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ. 2, വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ. സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായ കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കം. എന്താണ് സാമൂഹിക വഴക്കങ്ങൾ അഥവാ സോഷ്യൽ നോംസ്? ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. അതായത് നമ്മൾ പിന്തുടർന്നു വരുന്ന ആചാരങ്ങളോ വിശ്വാസങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെയാണ് സാമൂഹിക വഴക്കങ്ങളെന്ന് പറയുന്നത്. അതുവഴി നിയമങ്ങൾ രൂപപ്പെടുന്നുണ്ട്. മാത്രമല്ല വ്യവസ്ഥാപിതമായ വഴികളിലൂടെയും നിയമങ്ങൾ രൂപപ്പെടുന്നുണ്ട്. സാമൂഹിക വഴക്കങ്ങളിലൂടെ ഉണ്ടാകുന്ന നിയമങ്ങൾ കൃത്യമായി എഴുതപ്പെടാത്തവയാണ്. സാമൂഹിക വഴക്കങ്ങൾ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമായിരുന്നു അവ നടപ്പിലാക്കിയിരുന്നത്. സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എഴുതപ്പെടാത്ത ഇത്തരത്തിലുള്ള അലിഖിത നിയമങ്ങളൊക്കെ കാലക്രമേണ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ പരിഷ്കരിക്കപ്പെടുന്നുണ്ട്. നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു. അതിനാൽ നിയമലംഘനം ശിക്ഷാർഹമാണ്. ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ഗവൺമെൻറ്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജന അഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ് മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾ മാത്രമല്ല, പിന്നെ പൊതുജന അഭിപ്രായങ്ങൾ കാരണം നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. മാത്രമല്ല കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ പിന്നീട് പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലുകളിലൂടെയും നിയമങ്ങൾ രൂപപ്പെടാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ് മുൻകൈയെടുത്ത് മാത്രമല്ല, പൊതുജനത്തിൻ്റെ അഭിപ്രായത്തിൽ നിന്നും അതുപോലെ കോടതി വിധികളിൽ നിന്നുമൊക്കെ നിയമങ്ങൾ രൂപപ്പെടാറുണ്ട്. എന്താണ് രാഷ്ട്രം? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തിനെയാണ് രാഷ്ട്രം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണിത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഇൻ്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000.
അപ്പോൾ വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 പറയുന്നത് വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായിട്ടുള്ള അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നു. കാരണം ഇൻ്റർനെറ്റ് ഗെയിം, മൊബൈൽ ആപ്പ്, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷ നൽകുന്ന നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ചില അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഇതുകൂടാതെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. അപ്പോൾ സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ചില അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഇതുകൂടാതെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കാനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിലാദ്യം പറയുന്നത് 1986 നിലവിൽ വന്ന ബാലവേല നിരോധന നിയമത്തിനെക്കുറിച്ചാണ്. 1986 നിലവിൽ വന്ന ബാലവേല നിരോധന നിയമത്തിനെക്കുറിച്ചാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ് എന്നാണ് ഈ നിയമം പറയുന്നത്. 1986 ബാലവേല നിരോധന നിയമപ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ്. നിയമത്തിൻ്റെ വർഷവും അതുപോലെ തന്നെ കുട്ടികളുടെ പ്രായവും പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടതാണ്. ബാലവേല നിരോധന നിയമം 1986 ഇതിൽ പറഞ്ഞിരിക്കുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യമാണ്. 14 വയസ്സ്. അടുത്തതായി വിദ്യാഭ്യാസ അവകാശ നിയമം 2009. വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവുമാണ് നിർബന്ധിതവുമാണ് അങ്ങനെയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. അടുത്തതായി ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. ബാലനീതി നിയമം 2015. ബാലനീതി നിയമം 2015. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമമനുസരിച്ച് ശിക്ഷാർഹമാണ്. ഏതൊക്കെയാണ്? കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമമനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ലോക ബാലാവകാശ സംരക്ഷണ ദിനം. ലോക ബാലാവകാശ സംരക്ഷണ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവംബർ 20 നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം. ലോക ബാലാവകാശ സംരക്ഷണ ദിനം നവംബർ 20. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ലോക ബാലാവകാശ സംരക്ഷണ ദിനം നവംബർ 20. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1098. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഓർത്തു വയ്ക്കാം, 1098. അടുത്തതായി പോക്സോ ആക്ട് 2012. പോക്സോ ആക്ട് 2012. പോക്സോ എന്ന് തന്നെ വായിക്കണം, തിരിച്ചു വായിക്കുന്നവരുമുണ്ട്. പോക്സോ ആക്ട് 2012. പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷുവൽ ഒഫൻസസ് ആക്ട് 2012. പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷുവൽ ഒഫൻസസ് ആക്ട് 2012. പോക്സോ ആക്ട് 2012. ലിംഗ പദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്.
ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012. അതായത് ഇവിടെ ലിംഗ പദവി വ്യത്യാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും കുട്ടികൾ എന്നേ ഉള്ളൂ, കുട്ടികൾക്കെതിരെ ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ്. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. ഏത് നിയമമാണ്? പോക്സോ ആക്ട് 2012, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. ഇനി നമുക്ക് നിയമവാഴ്ച എന്താണെന്ന് നോക്കാം. പല PSC എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നിയമവാഴ്ച എന്താണ്? നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരരും തുല്യരാണ്. അപ്പോൾ നിയമവാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന് മുന്നിൽ എല്ലാ പൗരരും തുല്യരാണ്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരരും തുല്യരാണ്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തെയാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരരും തുല്യരാണ്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച. ക്രമസമാധാന പാലനമാണ് പോലീസിൻ്റെ ചുമതല. പോലീസിൻ്റെ ചുമതല ക്രമസമാധാന പാലനമാണ്. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുമുള്ള അധികാരം കോടതികൾക്കാണ്. ക്രമസമാധാന പാലനം പോലീസിൻ്റെ ചുമതലയാണ്. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുമുള്ള അധികാരം കോടതികൾക്കാണ്. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യയുടെ പരമോന്നത കോടതി സുപ്രീം കോടതിയാണ്. ഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയാണ്. ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. കോടതികളുടെ ശ്രേണിഘടന പരിശോധിച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയാണ് ഏറ്റവും മുകളിലായിട്ട് വരുന്നത്. അതിന് താഴെ ഹൈക്കോടതികളും ജില്ലാ കോടതികളും കീഴ്ക്കോടതികളും ഉണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ ഏറ്റവും ഉയർന്ന പൊസിഷൻ സുപ്രീം കോടതിക്കാണ്. അതിന് കീഴിലാണ് ഹൈക്കോടതി വരുന്നത്. ഹൈക്കോടതിക്ക് കീഴിലാണ് ജില്ലാ കോടതികൾ വരുന്നത്. ജില്ലാ കോടതിക്ക് കീഴിൽ കീഴ്ക്കോടതികൾ ഉണ്ട്. അപ്പോൾ സുപ്രീം കോടതിക്ക് താഴെ ഹൈക്കോടതി, ഹൈക്കോടതിക്ക് താഴെ ജില്ലാ കോടതികൾ, ജില്ലാ കോടതികൾക്ക് താഴെ കീഴ്ക്കോടതികൾ. നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല. നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻസായി രേഖപ്പെടുത്താവുന്നതാണ്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലുള്ള എല്ലാ പാഠഭാഗങ്ങളും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. PSCയുടെ 10th ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. മാത്രവുമല്ല മുകളിലേക്കുള്ള ഉയർന്ന തലത്തിലുള്ള പരീക്ഷകളുടെ അടിസ്ഥാനമായിട്ടുള്ള ഭാഗങ്ങൾ വരുന്നതും 5ാം ക്ലാസ് മുതലുള്ള SCERT പാഠഭാഗങ്ങളിലാണ്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് SCERT പാഠഭാഗത്തെ എല്ലാ ചാപ്റ്ററുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലാസ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. SCERTയുടെ മറ്റു പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി.